അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ ബന്ധങ്ങളാണ്, പലരുമായിട്ടുള്ള ബന്ധങ്ങൾ. നമ്മൾ നല്ല വ്യക്തിയാകുന്നത് ആ ബന്ധങ്ങൾ നന്നായി തീരുമ്പോഴാണ്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് അയാൾ നല്ല വ്യക്തിയാണ് എന്ന് പറയുന്നത് അയാൾക്ക് നമ്മളുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാൾ നല്ല അയൽക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മളുമായി നല്ല ബന്ധമാണ്. ഒരാൾ നല്ല അധ്യാപകനാണെന്ന് പറഞ്ഞാൽ അധ്യാപന വൃത്തിയിൽ അയാൾ നമ്മളുമായിട്ട്, അയാളുടെ വിദ്യാർത്ഥികളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ അനുയായികളോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ എന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തുറകളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകും. ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുക, നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മള ബന്ധമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കുറേയേറെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് വളരെ പ്രസക്തമായിരിക്കും. എങ്ങനെയാണ് എൻ്റെ ചുറ്റുപാടുകളുമായി എൻ്റെ ബന്ധമുള്ളത്? എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ ബന്ധം ഊഷ്മളമായ ബന്ധമാണോ? അതിൽ വല്ല കൃത്രിമത്വങ്ങളും ഉണ്ടോ? അല്ലെങ്കിൽ കേവല ഔദ്യോഗികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ കേവല ഔദ്യോഗികമായിട്ടുള്ള ബന്ധം മാത്രം മതിയാകുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ബന്ധപ്പെടാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ബന്ധപ്പെടേണ്ട അങ്ങനെയുള്ളതുണ്ടാകും. അവിടെ പോകുമ്പോൾ ആ ഔദ്യോഗികമായ രീതിയിലും ഭാഷയിലും മാത്രം നമുക്ക് സംസാരിച്ച് തിരിച്ചു പോകാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ അതേ സമയത്ത് ആ ഔദ്യോഗികതക്ക് അപ്പുറം, ഔപചാരികതകൾക്കപ്പുറം നമുക്ക് ഊഷ്മള ബന്ധം ഉണ്ടാകേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനം ഉമ്മയുമായിട്ടുള്ള ബന്ധമാണ്, മാതാപിതാക്കളോടുള്ള ബന്ധമാണ്. ജീവിതത്തിൽ ഇണതുണകൾ പരസ്പരമുള്ള ബന്ധമാണ്, മക്കളുമായിട്ടുള്ള ബന്ധമാണ്, സഹോദരന്മാരുമായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗുരുജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. നമ്മളുമായി ഇടപഴകുന്ന, നമ്മുടേതുപോലെ തന്നെ ഒരേ കാര്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമാണ്, സഹപാഠികളുമായിട്ടുള്ള ബന്ധമാണ്. അതെല്ലാം ഔപചാരികമാണെങ്കിൽ എത്ര വരേണ്ടതായിരിക്കും അത്, എത്ര പ്രയോജനരഹിതമായിരിക്കും അത്. അവിടെയൊക്കെ ഊഷ്മള ബന്ധം ഉണ്ടായിത്തീരാൻ നമുക്ക് ബോധപൂർവമായി പണിയെടുക്കേണ്ടതായി ഉണ്ട്. ഒരു നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെയാണ്. കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ കൃത്യമായ ഛായയാണ് അയാൾ കാണിച്ചു തരിക. അതല്ലാതെ യാതൊരു കൃത്രിമത്വവും അതിലുണ്ടാവുകയില്ല, ഒരു എഡിറ്റിങ്ങും അതിലുണ്ടാവുകയില്ല. നമ്മുടെ മുഖത്ത് ഒരു പാഴോ കരയോ ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കാണും. അത് മായ്ച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയല്ല ചെയ്യുന്നത്. ഇതുപോലെയാണ് സുഹൃത്ത് ബന്ധം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയുക, നമ്മെ സന്തോഷിപ്പിക്കുന്നത് മാത്രം പറയുക, അവന്റെ കാര്യത്തിലോ അവനിഷ്ടമുള്ളത് മാത്രം പറയുക, അവനെ സന്തോഷിപ്പിക്കുന്നത് മാത്രം പറയുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിപ്പിക്കുന്നതും ഇഷ്ടമുള്ളതും ഭംഗി വാക്കുകളും മാത്രം പറഞ്ഞു പോയാൽ ആരാണ് പിന്നെ നമ്മുടെ ജീവിതത്തെ തിരുത്താനുണ്ടാവുക? ആരാണ് പിന്നെ നമ്മുടെ ആ വഴികേടിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുണ്ടാവുക? ഇത് വലിയൊരു അബദ്ധമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വിമർശനത്തെ സഹിക്കാത്ത, തിരുത്തലുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മളിലുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് അധികമായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് ശരിയായ വ്യക്തിത്വം ഇല്ലാതായി പോവുക എന്നതാണ്. അതുകൊണ്ട് ഉള്ളതുപോലെ പറയുന്ന, സാന്ത്വനിപ്പിക്കുന്ന, പരസ്പരം ആശ്വസിപ്പിക്കുന്ന, ഏഷണിപ്പെടുത്താത്ത, എപ്പോഴും നന്മയെക്കുറിച്ച് ഉപദേശിക്കുന്ന, സഹനം ഉപദേശിക്കുന്ന, ക്ഷമിക്കാൻ പറയുന്ന തരത്തിലുള്ള ബന്ധം എത്രയുണ്ട് നമുക്ക് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളാക്കി നമ്മുടെ ബന്ധങ്ങളെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ സുതാര്യമായ ബന്ധമായിരിക്കും, യാതൊരു നിഗൂഢതയും ഉണ്ടായിരിക്കുകയില്ല. ഭൗതികമായിട്ടുള്ള ചില ജീവിത വ്യവസ്ഥകൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടത് പരസ്പരം എപ്പോഴും സംശയിക്കുന്ന ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് അതൊക്കെ തകർന്നു പോയിട്ടുള്ളത്. പരലോകബോധമില്ലാത്തത് കൊണ്ട്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പ്രപഞ്ചനാഥൻ ഉണ്ട് എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ട്, ഭൗതികമായി മാത്രം ചിന്തിക്കുന്നത് കൊണ്ട്, എല്ലാവരും അവനവന്റെ കാര്യം മാത്രം പരിഗണിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സംശയിക്കാൻ തുടങ്ങുകയും ആ സംശയം അധികരിക്കുകയും ആർക്കും ആരെയും വിശ്വാസമില്ലാതായി പോവുകയും ചെയ്തിടത്ത് അരാജകത്വങ്ങൾ ഉണ്ടായത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. പരസ്പരമുള്ള ഗുണകാംക്ഷയോടെ, പരസ്പരമുള്ള വിശ്വസ്തയോടെ, സുതാര്യതയോടെ നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് ഊഷ്മളമാക്കാൻ സാധിക്കണം. അതിന് പ്രപഞ്ചനാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.